Hello. Welcome to market discussion of the day. Today, January 14, 2026. വെനസ്ഡേ ആണ്. അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇന്ന് റീറ്റെയിൽ സെയിൽസ് ആണ് എന്നുള്ളൊരു കാര്യമാണ്. സോ ഇന്നലെ നമുക്ക് CPIയുടെ ഡേറ്റ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് വരാനും ഇരിക്കുന്നു അല്ലേ. സോ എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ട് റീറ്റെയിൽ സെയിൽസ് CPI അതേപോലെ നോൺ ഫാം പേറോൾ പോലത്തുള്ള ദിവസങ്ങളിൽ മാറി നിൽക്കണം എന്നുള്ളൊരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ലേ. സോ ഇന്ന് വൈകുന്നേരത്തിന് മുന്നേ ആയിട്ട് മാറി നിൽക്കുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം എന്നും കൂടെ ഞാൻ എടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ എൻ്റെ ലാപ്ടോപ്പിലെ മെറ്റാട്രേഡർ 5ൻ്റെ ആപ്ലിക്കേഷൻ ചെറുതായിട്ട് ഹാങ് ആയിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ ട്രേഡിംഗ് വ്യൂയിലോട്ട് വന്നത്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, അല്ലെങ്കിൽ മാർക്കറ്റ് ഡിസ്കഷനിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ഫ്രീ ആയിട്ടുള്ള ഫോറക്സ് ട്രേഡിംഗ് കോഴ്സ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും കാണാവുന്നതാണ്. എൻ്റെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഒന്നാമത്തെ വീഡിയോ തൊട്ട് 5ാമത്തെ വീഡിയോ വരെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ടുള്ള 2 വീഡിയോസ് ഞാൻ ഇന്നോ നാളെയായിട്ടോ അല്ലെങ്കിൽ ഒരു വീക്കെൻഡോട് കൂടിയോ ഞാനത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിക്കാവുന്നതുമാണ്. ഓക്കെ, സോ അത് മാത്രമല്ല, പല ആൾക്കാരുടെ അടുത്ത് ഞാൻ സംസാരിച്ചപ്പോൾ അവർക്ക് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ ഒരു വീഡിയോ കാണാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് ടൈം ഇല്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് തന്നെ ഞാൻ അടുത്ത ആഴ്ച നമ്മൾ പ്രീ റെക്കോർഡഡ് ആയിട്ട് അടുത്ത ചൊവ്വാഴ്ച മുതൽ രാത്രി 8 മണിക്ക് നമ്മൾ പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള ഈ ഒരു സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ആ ഒരു സെഷന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ട് എങ്കിൽ, സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ടെക്നിക്കൽ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്ത് പോകാം. പല ആൾക്കാർക്കും അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെയൊക്കെ ഞാൻ പല ആൾക്കാരുടെയും കൂടെ ഇരുന്ന് അക്കൗണ്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അതേപോലെ തന്നെ നമ്മളുടെ ടെക്നിക്കൽ ഇൻഡിക്കേറ്റർ ഇച്ചുമുക്കു ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഡൗട്ടുകളൊക്കെ ആൾക്കാർക്കുണ്ട്. സോ നമുക്ക് ഒരുമിച്ച് ക്ലിയർ ചെയ്ത് പോകാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. സോ അങ്ങനെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഈ ഒരു ഫോറക്സ് ട്രേഡിംഗ് ലൈവായിട്ട് നമുക്ക് ഈ പ്രീ റെക്കോർഡഡ് സെഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ലൈവായിട്ട് നമുക്ക് ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് പോവുകയും ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. സോ അങ്ങനെ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് ഡയറക്റ്റ്ലി എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് ഡയറക്റ്റ്ലി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് നമുക്ക് ഇന്നലെ CPIയുടെ ന്യൂസ് ഉണ്ടായിരുന്നു. ഓക്കെ, CPIയുടെ ന്യൂസ് വന്നപ്പോൾ വലിയ രീതിയിലുള്ള ചേഞ്ചസ് ഒന്നും CPIയുടെ ന്യൂസിൽ ഉണ്ടായിട്ടില്ല. 0.3% ആയിരുന്നു പ്രീവിയസ് ഫോർകാസ്റ്റ്. അതേപോലെ ആക്ച്വലും വന്നപ്പോൾ 0.3% തന്നെയായിരുന്നു CPIയുടെ ന്യൂസിൽ വന്നിട്ടുണ്ടായത് അല്ലേ. സോ ഇന്ന് നമുക്ക് റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് രാത്രി 7 മണിക്കാണ് വരാനിരിക്കുന്നത്. ഓക്കെ, സോ പ്രീവിയസ് വന്നിട്ട് 0% ആയിരുന്നു, ഫോർകാസ്റ്റ് 0.5% ആണ്. ആക്ച്വലി വരുമ്പം എന്തായി തീരുമെന്ന് ആർക്കും അറിയില്ല. ബേസിക്കലി പോസിറ്റീവായിട്ടുള്ള ഒരു ഫോർകാസ്റ്റ് ആണുള്ളത്. പോസിറ്റീവായിട്ടുള്ള ഫോർകാസ്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ ഗോൾഡ് എക്കണോമിക് പ്രകാരം താഴോട്ട് വരാനായിട്ടുള്ള പോസിബിലിറ്റിയും നമുക്ക് കാണുകയും ചെയ്യാം അല്ലേ. സോ ഇതാണ് നമുക്ക് എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ട് നമ്മൾ നോക്കേണ്ട ഒരേ ഒരു ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നാളത്തെ കലണ്ടർ ബേസ് ചെയ്തിട്ട് ന്യൂസ് നോക്കാൻ നേരത്ത് GDP അനൗൺസ്മെന്റ് ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രാവിലെ 12:30 മണിക്കാണ്, നമുക്ക് ഉച്ചയ്ക്ക് 12:30 മണിക്കാണ് ഇന്ത്യയിൽ ആ ഒരു ന്യൂസ് വരുന്നത്. GDPയിൽ ട്രേഡ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും ആ ഒരു സമയത്ത് വളരെ കെയർഫുള്ളായിട്ട് ട്രേഡ് ചെയ്ത് പോവുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ പൊളിറ്റിക്കൽ സൈഡിലുള്ള ന്യൂസുകളെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. നമുക്കറിയാം, വേൾഡിൻ്റെ തന്നെ ഒരു പ്രസിഡൻ്റായിട്ട് മാറാനായിട്ടാണ് നമ്മുടെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരുക്കം എന്നുള്ളൊരു കാര്യമൊക്കെ നമുക്ക് ഏകദേശം മനസ്സിലായി അല്ലേ. സോ ബേസിക്കലി ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 ആഴ്ച ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് വേൾഡിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പക്ഷേ നമ്മൾ നമ്മുടെ US-ഉം ഇറാനും തമ്മിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത് എല്ലാ മാധ്യമങ്ങളും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് വേൾഡ് വാർ വരും എന്നുള്ള രീതിയിലൊക്കെയാണ് എല്ലാ മാധ്യമങ്ങളും അതിനെക്കുറിച്ച് പറയുന്നത് അല്ലേ. സോ അതിനകത്ത് ഭയങ്കരമായ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ഇന്നലെയും ഞാൻ പറഞ്ഞു, ഇന്നും എനിക്ക് പറയാനായിട്ടുള്ളത്. കാരണം നമ്മുടെ ഈ പറയുന്ന പർട്ടിക്കുലർ ന്യൂസ് നമുക്ക് ഇറാൻ എന്ന് പറയുന്ന രാജ്യം അത്ര ഇപ്പോൾ വെനിൻസുല പോലെ ഒരു തിരിച്ചടിക്കാൻ പറ്റാത്തൊരു രാജ്യമൊന്നുമല്ല. ഓക്കെ, സോ ഇറാൻ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള രാജ്യമാണ്. അത്യാവശ്യം നല്ല രീതിയിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് തിരിച്ചടിക്കുകയും ചെയ്യും.
അതിന് സപ്പോർട്ടായിട്ട് റഷ്യ, ചൈന പോലത്തുള്ള രാജ്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഡൊണാൾഡ് ട്രംപിന് കയറി അവിടെ കയറി അടിച്ചു കഴിഞ്ഞാൽ അവർ നല്ല രീതിയിലുള്ള പണി കൊടുക്കുകയും ചെയ്യും. കാരണം വർഷങ്ങളായിട്ട് മോർ ദാൻ 20 ഇയേഴ്സായിട്ട് പല രാജ്യങ്ങളും ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള രാജ്യമാണ് നമ്മളുടെ ഈ പറയുന്ന എന്താ പറയുക നമ്മുടെ ഈ ഇറാൻ എന്ന് പറയുന്നത്. സോ ഇന്ത്യ പോലത്തുള്ള ഒരു രാജ്യമാണെങ്കിൽ ഒരിക്കലും അത്രയും കാലം ഉപരോധമൊക്കെ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഒരിക്കലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രാജ്യമായിരിക്കും. പക്ഷേ ഇറാനിൽ ഇത്രയും കാലമായിട്ടും ഇത്രയും ഉപരോധം ഉണ്ടായിട്ടും അത് നല്ലൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ അത് പോകുന്നുമുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ അവരുടെ മിലിറ്ററിയും അവരുടെ ആയുധങ്ങളും ഒക്കെ വളരെ പവർഫുള്ളാണ്. അതുകൊണ്ടിട്ട് US നേരെ ഡയറക്റ്റ്ലി അവിടെ ചെന്നിട്ട് ഇറാൻ പിടിച്ചടക്കാനൊന്നും പറ്റുകയില്ല. ട്രംപ് പലവട്ടം അവിടുത്തെ ജനങ്ങളോട് പറയുന്നുണ്ട് മാക്സിമം പ്രശ്നങ്ങൾ ഉണ്ടാക്ക്, ട്രംപ് വരും രക്ഷപ്പെടുത്താൻ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ എന്തായിത്തീരും എന്നുള്ളൊരു കാര്യം നമുക്കറിയില്ല. ഇതൊരു വാറിലോട്ട് പോകാൻ അല്ലെങ്കിൽ ഒരു വലിയൊരു സെക്കൻഡ് തേർഡ് വേൾഡ് വാറിലോട്ടൊക്കെ പോകാനായിട്ടുള്ള സാധ്യതകൾ വളരെ ചുരുക്കമാണ്. പക്ഷെ നമുക്കറിയില്ല, അങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലുണ്ടല്ലോ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യും എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ റഷ്യയും ചൈനയും ഇറാനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നും ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് അല്ലേ. സോ നേരത്തെ തന്നെ നമ്മൾക്കറിയാം ഇസ്രയേൽ ഇറാനുമായിട്ടുള്ള പ്രശ്നത്തിന് ഇറാൻ നല്ല രീതിയിലാണ് പിടിച്ചു നിന്നത്. ഇസ്രയേൽ പോലത്തുള്ള രാജ്യമായിട്ട് നല്ല രീതിയിൽ തന്നെയാണ് പിടിച്ചു നിന്നത്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരിക്കലും എന്താ പറയുക ഈ പറയുന്ന വാർ വരും എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ച് നമുക്ക് അറിയില്ല. എങ്ങാനും വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റ് ഫുള്ളായിട്ട് ഇടിയും. പക്ഷേ നമ്മളുടെ ഗോൾഡ് ബാക്കി എല്ലാത്തിനകത്തും അൺസർട്ടനിറ്റി ഉണ്ടാവുമെങ്കിലും ഗോൾഡ് സർട്ടൻ ആവും, അതായത് അപ് ട്രെൻഡിലോട്ട് പോകും, അപ് സൈഡിലോട്ട് പോകും എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി പോകേണ്ടതും. ഓക്കെ, സോ ഇന്ന് വൈകുന്നേരം 7 മണിക്ക് റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മറക്കാതെ മാത്രം ട്രേഡിലോട്ട് പോവുക. വൈകുന്നേരം 5:30-6 മണിക്ക് മുന്നേ ആയിട്ട് ട്രേഡിൽ നിന്ന് ഇറങ്ങുക എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് JPY-ലോട്ട് വരാം. സോ JPY-ൽ നമ്മൾ വരുമ്പോൾ ഓക്കെ JPY-ൽ നമ്മൾ വരുമ്പോൾ ഇപ്പോൾ 159.098 നിൽക്കുന്നു. ഓക്കെ, സോ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു ഇൻഡിക്കേറ്ററൊക്കെ കാണാനായിട്ട് പറ്റും. ഞാൻ ആക്ച്വലി ഒരു ടെസ്റ്റിങ്ങിലാണ്. ഓക്കെ, അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ ബൈയും സെല്ലും സിഗ്നൽസ് ഒക്കെ കാണുന്നത്. സോ ഈ ഒരു ഇൻഡിക്കേറ്റർ നല്ല രീതിയിൽ വർക്ക് ആവുമോ ഇല്ലയോ എന്നുള്ളൊരു ടെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടിട്ടാണ് എൻ്റെ മെറ്റാട്രേഡർ 5-ൻ്റെ ആപ്ലിക്കേഷൻ ചെറുതായിട്ടൊന്ന് എന്താ പറയുക ഒരു ചെറിയ ഹാങ് ഉണ്ടായിരുന്നു. അതുകൊണ്ടിട്ടാണ് ഞാൻ നേരെ ട്രേഡിംഗ് വ്യൂയിലോട്ട് പോയത്. ട്രേഡിംഗ് വ്യൂവിൽ ഈ ഒരു ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടിട്ടാണ് ഇത് കാണുന്നത് കേട്ടോ. സോ വേറെ ഒന്നുമല്ല. ഓക്കെ, സോ നമ്മൾ JPY 159.10 എന്ന് പറയുന്ന റേഞ്ചിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. സോ 159-ൻ്റെ അടുത്ത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ 158-ൻ്റെ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ബൈ എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ മാർക്കറ്റ് 158 വരെ പോയിട്ടില്ല. ഓക്കെ, സോ 158-ൻ്റെ മുകളിലായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നിടത്തോളം നമുക്ക് 162 വരെയാണ് മാർക്കറ്റ് പോകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സേഫ് ആയിട്ടുള്ള എൻട്രി എപ്പോഴും 158-ൽ തന്നെ വീണ്ടും കിട്ടുമ്പോഴാണ്. സോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. എനിക്ക് വളരെ സേഫ് ആയിട്ടുള്ളൊരു എൻട്രി എന്ന് പറയുന്നത് 158.1, 158.2 റേഞ്ചിൽ കിട്ടുമ്പോഴാണ്. ഓക്കെ, സോ 158-ൻ്റെ അവിടെ നിന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 157.40 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കണം. അത് നിർബന്ധമായിട്ട് വെച്ച് പോവുകയും ചെയ്യണം. ഓക്കെ, അല്ലാത്ത പക്ഷം 159-ൻ്റെ അവിടെ വീണ്ടും നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. പക്ഷേ നമുക്ക് US സെഷനൊക്കെ ആകുമ്പോൾ എന്തായി തീരും എന്നറിയില്ല. ജസ്റ്റ് ഇന്നത്തെ ദിവസം തൽക്കാലത്തേക്ക് ഈ ഒരു 159-ൻ്റെ അവിടെ നിന്നൊന്നും ബൈ ചെയ്യണം എന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. സോ നമ്മളെ ബൈ പോയിന്റ് 158 എന്ന് പറയുന്നത് കുറച്ച് വൈഡുമാണ്. അത് നമുക്ക് ഈ ഒരു റീറ്റെയിൽ സെയിൽസോട് കൂടി കിട്ടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, സോ 158-ൻ്റെ അവിടെ നിന്ന് നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോയി നമുക്ക് അവിടെ നിന്നുള്ളൊരു ബൈ എൻട്രി ആയിരിക്കും നമുക്ക് JPY-ൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. നേരെ നമ്മൾ യൂറോയിലോട്ട് വരുമ്പം യൂറോയിൽ തൽക്കാലം മാറി നിൽക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം വേൾഡിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ടിട്ട് തന്നെ യൂറോ USD തൽക്കാലം നമുക്ക് മാറി നിൽക്കാം എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. അല്ലെങ്കിൽ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ള വാല്യൂ അല്ലേ 1.1800 അവിടുന്ന് സെല്ല്, 1.1500 അവിടുന്ന് ബൈ, ഈ 2 ഓപ്പർച്യൂണിറ്റീസ് ആണ് എനിക്ക് യൂറോയിൽ പറഞ്ഞു പോകാനായിട്ടുള്ളത്. അത് എപ്പോൾ കിട്ടിയാലും നിങ്ങൾക്ക് എടുക്കാം. അവിടെ ഓർഡേഴ്സ് ഇട്ട് വെക്കുന്നത് കൊണ്ടിട്ടും തെറ്റില്ലാത്ത കാര്യമാണെന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. നേരെ നമ്മൾ GBP വരുമ്പോൾ GBP ഇന്ന് നമുക്ക് 1.34
10 റേഞ്ചിൽ ബൈ ചെയ്യാൻ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റ് 1.3400 അവിടെ ഒന്നും വന്നിട്ടില്ല. 1.34142 ആ റേഞ്ചിലൊക്കെയാണ് വന്നിട്ടുള്ളത്. അവിടുന്ന് ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർ, ഓക്കെ. സോ അവിടുന്ന് ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അത്യാവശ്യം ഒരു 40 പിപ്പിൻ്റെയൊക്കെ പ്രോഫിറ്റിൽ നിൽക്കുന്നു. സോ പ്രോഫിറ്റ് എടുത്ത് മാറണം എന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. സോ മിനിമം ഒരു 1:1.5 റേഷ്യോയിലെങ്കിലും നമുക്ക് ആ പ്രോഫിറ്റ് എടുത്ത് മാറാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്, ഓക്കെ. സോ അതാണ് എനിക്ക് നമ്മുടെ GBP USDയിൽ പറഞ്ഞു പോകാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ. സോ നമുക്ക് ബേസിക്കലി 1.3400 അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ വീണ്ടും നമുക്ക് ഒന്നുകൂടെ കിട്ടിക്കഴിഞ്ഞാൽ 1.3400 അവിടെ ബൈ ചെയ്യുന്ന ആൾക്കാർ 1.3370 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുക, ടൈറ്റായിട്ട് ടേക്ക് പ്രോഫിറ്റ് 1:1.5 റേഷ്യോയിൽ വെക്കുക. ഒരു ലോങ്ങർ ടേമിൽ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ 1.3400 ഒരു ഇൻട്രാഡേ രീതിയിൽ വേണം നമ്മൾ ബൈ ചെയ്ത് പോകാനായിട്ട്. അല്ലാത്തുള്ള ആൾക്കാർക്ക് ലോങ്ങർ ടേമിൽ ബൈ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് 1.3300 വരെ അല്ലെങ്കിൽ 1.3200 വരെ വെയിറ്റ് ചെയ്യുക. അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്കൊരു ഓവർ എ പോയിന്റ് ഓഫ് ടൈം നമുക്കൊരു 3 to 6 months വെയിറ്റ് ചെയ്താൽ ഉറപ്പായിട്ട് നമുക്കൊരു 1.400 വരെയൊക്കെ മാർക്കറ്റ് എത്താനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റിയും തുറന്നിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്കൊരു റെസിസ്റ്റൻസ് ഉണ്ട് 1.3800 എന്ന് പറയുന്ന ഒരു പക്കാ റെസിസ്റ്റൻസ് ഉണ്ട്. അവിടെ മാർക്കറ്റ് ഉറപ്പായിട്ട് റെസിസ്റ്റ് ചെയ്യും, ഓക്കെ. സോ അത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുമ്പോഴാണ് 1.3400 എന്ന് പറയുന്ന റേഞ്ചിലോട്ട് മാർക്കറ്റ് പിന്നീട് എത്തുകയുമുള്ളൂ, ഓക്കെ. സോ അതിന് വെയിറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഇല്ലാത്ത പക്ഷം 1.3400 തന്നെ ബൈ ചെയ്ത് ഒരു ഇൻട്രാഡേ രീതിയിൽ നമുക്ക് 1:1.5 റേഷ്യോയിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ടു ടേക്ക് പ്രോഫിറ്റ് ഇട്ട് മുന്നോട്ട് പോവുകയും ചെയ്യാം, ഓക്കെ. സോ നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരുമ്പോൾ ഗോൾഡ് ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 4627, ഓക്കെ. സോ നമ്മുടെ ഓൾ ടൈം ഹൈ ഇന്ന് വീണ്ടും അടിച്ചു. 4640 എന്ന് പറയുന്ന ഓൾ ടൈം ഹൈ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു 4640 എന്ന് പറയുന്ന ഈ ഒരു ഓൾ ടൈം ഹൈ നമുക്ക് ബ്രേക്ക് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത്, അല്ലേ. സോ ബേസിക്കലി നമ്മളുടെ ഇപ്പം നമുക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ക്യാൻഡിൽ 1:30 ക്യാൻഡിലാണ്. ഇത് നമുക്ക് 12:30 ക്യാൻഡിലായിരുന്നു, നമുക്ക് 11:30 ക്യാൻഡിലാണ്. 11:30 ക്യാൻഡിലും 4619 11:30 ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്തത്, ഓക്കെ. സോ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ക്യാൻഡിൽ പോലും 4630 മുകളിലായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. 4630 എന്ന് പറയുന്നത് പക്ക ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത്, ഓക്കെ. ചിലപ്പോൾ ഉറപ്പായിട്ട് നമ്മളുടെ ഏഷ്യൻ സെഷനൊക്കെ അവസാനിക്കുന്ന സമയത്ത് ഇത് ബ്രേക്ക് ചെയ്ത് പോകാനുള്ള പോസിബിലിറ്റി ഇല്ല. പക്ഷേ നമ്മളുടെ US ഓപ്പൺ ആകുമ്പോഴാണ് ഇവിടെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏത് ദിശയിലോട്ടാണോ മാർക്കറ്റ് പോകുന്നത് അതുകൊണ്ടിട്ട് തന്നെ റീറ്റെയിൽ സെയിൽസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു കാര്യം ഇന്നത്തെ ദിവസമുണ്ട്, ഓക്കെ. കാരണം ഞാൻ വിചാരിച്ചിരുന്നത് ഈ ഒരു ക്യാൻഡിൽ, അതായത് നമ്മുടെ US ഓപ്പൺ ആവുന്ന ക്യാൻഡിലാണ് ഏറ്റവും ഓൾ ടൈം ഹൈ അടിച്ചിട്ടുള്ളത്. 4642 വരെ പോയിട്ടുണ്ട്. അവിടുന്ന് പക്കയായിട്ട് മാർക്കറ്റ് താഴോട്ട് വരികയും 4619 വരെ മാർക്കറ്റ് പോവുകയും അവിടെ നിന്നാണ് അടുത്ത ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്തത്. 11:30 ക്യാൻഡിൽ, അതായത് യൂറോപ്പ് ഓപ്പൺ ആവുന്ന ക്യാൻഡിൽ 4621 സ്റ്റാർട്ട് ചെയ്തത്, ഓക്കെ. സോ നമുക്ക് ആ ഒരു ക്യാൻഡിലായിരുന്നു നമ്മൾ വിചാരിച്ചിരുന്നത് എന്താണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോകും എന്നുള്ളത് വിചാരിച്ചത്. പക്ഷെ അവിടെ ഒരു പ്രോപ്പറായിട്ടൊരു വോളിയം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇത് US സെഷനിൽ ഒന്നുകിൽ 4630 മുകളിലായിട്ട് പുതിയ ക്യാൻഡിൽ ഓപ്പൺ ആവണം, അല്ലേ. അല്ലാത്ത പക്ഷം മാർക്കറ്റ് ഒന്നുകൂടെ താഴോട്ട് വരും എന്നുള്ളൊരു കാര്യമാണ്. സോ എങ്ങാനും ബ്രേക്ക് ഔട്ട് ആയാൽ 4630 മുകളിലായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് മുകളിലോട്ട് പോയാൽ അടുത്ത റെസിസ്റ്റൻസ് 4680 ആയിരിക്കും. സോ 4680 അവിടെ നിന്നായിരിക്കും നമുക്ക് നല്ലൊരു വീഴ്ച കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളത്, ഓക്കെ. സോ മോർ ദാൻ $200-300 ഒക്കെ ഒറ്റയടിക്കുള്ള വീഴ്ചയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അവിടെ നിന്ന്. സോ പക്ഷേ മാർക്കറ്റിൻ്റെ ദിശയുടെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അവിടുന്ന് സെല്ല് എടുക്കണം എന്നൊന്നും ഒരിക്കലും ഞാൻ പറയുന്നില്ല. പക്ഷേ അങ്ങനെ ആവാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു പോകുന്നത്, ഓക്കെ. വേണമെന്നുള്ള ആൾക്കാർക്ക് സെല്ല് ചെയ്യാം. നല്ല രീതിയിലുള്ള സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റും വെച്ചിട്ട് സെല്ല് ചെയ്യുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്, ഓക്കെ. സോ ഇന്ന് നമുക്ക് എന്തെങ്കിലും ട്രേഡ് ഉണ്ടോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2 ഓപ്പർച്യൂണിറ്റി ഞാൻ പറഞ്ഞുതരാം, ഓക്കെ. അവിടെയും എനിക്ക് US സെഷന് മുന്നേ ആയിട്ട് അല്ലെങ്കിൽ റീറ്റെയിൽ സെയിൽസിന് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ അവസാനിപ്പിക്കണം എന്നുള്ള രീതിയിലാണ് എങ്കിൽ 4640 അവിടെയൊക്കെ വീണ്ടും കിട്ടുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ അവിടുന്ന് സെല്ല് ചെയ്ത് മുന്നോട്ട് പോകാം,
ഓക്കെ. സോ ടൈറ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഒരു $5 $6 സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് വേണം 4640 അവിടെയാണ് 20 ഞാൻ പറഞ്ഞതെന്ന് തോന്നുന്നു കേട്ടോ. 4640 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് സെല്ല് ചെയ്ത് മുന്നോട്ട് പോകാം. ടൈറ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഇട്ട് സെല്ല് ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളൊരു കാര്യമാണ്. ഇല്ലാത്ത പക്ഷം നമുക്ക് 4580 ഏറ്റവും പക്കായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ നല്ലൊരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4570 താഴെയായിട്ട് വേണം നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കാനും. ഓക്കെ, 4570 താഴെയായിട്ട് വേണം നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കാനായിട്ട്. ഓക്കെ, സോ അങ്ങനെ ഒരു കേസിൽ നമ്മൾ 70 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുന്ന ആൾക്കാർക്ക് 4580 അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഈ 2 ഓപ്പർച്യൂണിറ്റി മാത്രമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, അല്ലാതെ വേറൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല. ഈ ഓപ്പർച്യൂണിറ്റി ഉറപ്പായിട്ടും US സെഷന് മുന്നേ ആയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. അതിനുശേഷം പോയി എടുക്കരുത്. കാരണം റീറ്റെയിൽ സെയിൽസ് ഉണ്ട്. വെറുതെ നമ്മളുടെ കൈ പൊള്ളാനായിട്ടുള്ള കാര്യങ്ങളാണ് റീറ്റെയിൽ സെയിൽസ് കൊണ്ട് ഉണ്ടാകുന്നത്. അതുകൊണ്ടിട്ട് ആ ഒരു സമയത്ത് മാറി നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ. സോ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് പല ആൾക്കാരും എൻ്റെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ GDP പോലത്തുള്ള ഇതിനകത്ത് നമുക്ക് ലോങ്ങർ ടേമിൽ ബൈ ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് പൈസയൊന്നും എടുക്കേണ്ട. ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കർ സ്റ്റാർ ട്രേഡറിൽ പ്രൊമോഷൻ നടക്കുന്നുണ്ട്. 50+20 എന്ന് പറയുന്ന ഒരു ബോണസ് പ്രോഗ്രാമാണ് നടക്കുന്നത്. ഓക്കെ, സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതൊരു കമ്പനി എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ കമ്പനിയുടെ പ്രൊഫൈലാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ ഓസ്ട്രേലിയ ബേസ് ചെയ്തിട്ടുള്ള ASIC റെഗുലേഷനും UAE ബേസ് ചെയ്തിട്ടുള്ള സ്കാഡർ റെഗുലേഷനും ഉള്ള ബ്രോക്കറാണ്. ഓക്കെ, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നിങ്ങൾ ഡയറക്റ്റ്ലി കമ്പനിയുടെ പ്രൊഫൈലിൽ കയറി നോക്കിയാൽ മതിയാവും. പക്ഷേ നമ്മൾ പ്രൊമോഷനിലോട്ട് പോകുമ്പോൾ എൻ്റെ ഇൻ്റർനെറ്റിന് ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നത് കൊണ്ടിട്ടാണ് കേട്ടോ ഇത് വർക്കാവാത്തത്. സോ പ്രൊമോഷനിലോട്ട് പോകാൻ നേരത്ത് നമുക്ക് 50+20 ഓഫർ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതായത് ആദ്യത്തെ $500 50% ബോണസും ടോട്ടൽ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ 20% ബോണസുമാണ് കമ്പനി തരുന്നത്. സോ അത് നമ്മുടെ മാർച്ച് 31 വരെയാണ് ഈ ഒരു ഓഫർ ഉള്ളത്. അതായത് $500 ഇടുന്ന ഒരാൾക്ക് $750 ബോണസ് കിട്ടും. 1000 ഇടുന്ന ഒരാൾക്ക് $1350 ബോണസ് $350 ബോണസ് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. നേരെ മറിച്ച് യൂറോപ്യൻ ക്ലയൻസ് ആണെങ്കിൽ 1000 ഇടുന്ന ഒരാൾക്ക് 1000 തന്നെ കിട്ടും. 100% ബോണസാണ് കിട്ടുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റാറിൻ്റെ ബോണസ് സിസ്റ്റം. സോ അതുകൊണ്ടിട്ട് ആ ഒരു ബോണസ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ലോങ്ങർ ടേമിലോട്ട് GBP പോലത്തുള്ള കറൻസി ട്രേഡ് ചെയ്യാനായിട്ട് എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.